തനിക്കെതിരായ പരാതി ഗൂഢലക്ഷ്യത്തോടെ കെട്ടിച്ചമച്ചതാണെന്നാരോപിച്ച് ശ്വേതാ മേനോൻ. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. അന്വേഷണ നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി ഇന്നു തന്നെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുമെന്നാണ് വിവരം. കേസ് അടിസ്ഥാനരഹിതമാണെന്നടക്കമുള്ള തരത്തിലുള്ള നിയമോപദേശമുണ്ടായ സാഹചര്യത്തിലാണ് ശ്വേതയുടെ ഈ നീക്കം. അമ്മ സംഘടനയിലെ തിരഞ്ഞെടുപ്പ് നടക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഉയർന്ന പരാതിയും കേസും ഗൂഢലക്ഷ്യത്തോടെയാണെന്നാണ് ശ്വേതയുടെ വാദം. ശ്വേതാ മേനോനെതിരെ എറണാകുളം സെൻട്രൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പൊതുപ്രവർത്തകനായ മാർട്ടിൻ മേനാച്ചേരിയാണ് പരാതിക്കാരൻ. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചുവെന്ന പേരിലാണ് നടി ശ്വേതാ മേനോനെതിരെ കേസെടുത്തിരിക്കുന്നത്. ശ്വേതാ മേനോൻ അഭിനയിച്ച ചില സിനിമകളും ഒപ്പം ഒരു ഗർഭനിരോധന ഉറയുടെ പരസ്യവുമാണ് പരാതിക്കാരൻ കേസിനായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പാലേരി മാണിക്യം, രതിനിർവേദം, കളിമണ്ണ് തുടങ്ങിയ സിനിമകളെ ചൂണ്ടിക്കാണിച്ചാണ് നടിക്കെതിരെ പരാതി ഉയർന്നിരിക്കുന്നത്. മലയാളത്തിലെ തന്നെ പേരുകേട്ട സംവിധായകരും പ്രൊഡക്ഷൻ ഹൗസുകളും ഒരുക്കിയ ചിത്രങ്ങളാണ് ഇവയെല്ലാം തന്നെ. സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകി വർഷങ്ങൾക്ക് മുൻപ് തന്നെ റിലീസ് ചെയ്ത, പ്രേക്ഷകർ വിജയിപ്പിക്കുകയും ചെയ്ത ചിത്രങ്ങളാണ് ഇത് മൂന്നും. ടെലിവിഷനിൽ ഉൾപ്പെടെ നിരവധി തവണ സംപ്രേഷണം ചെയ്യുകയും ചെയ്ത ഈ സിനിമകൾക്കെതിരെ ഇപ്പോൾ ഇത്തരമൊരു പരാതി ഉയർന്നിരിക്കുന്നതിന്റെ ഉദ്ദേശശുദ്ധിയെ ആളുകൾ ചോദ്യം ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ശ്വേതാ മേനോന് പിന്തുണയുമായി സഹമത്സരാർത്ഥികളായ ദേവനും രവീന്ദ്രനും രംഗത്തെത്തി. പരാതി ദുരുദ്ദേശപരവും വിഡ്ഢിത്തവുമാണെന്നാണ് ദേവൻ വ്യക്തമാക്കിയത്. പരാതിക്ക് പിന്നിൽ അമ്മ സംഘടനയിലെ ആരുമില്ലെന്നാണ് വിശ്വാസം. സംഘടനയിലെ ഒരംഗവും ചെയ്യാത്ത പ്രവൃത്തിയാണിതെന്നും ദേവൻ പറഞ്ഞു. FIR വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം വിഡ്ഢിത്തമായ കേസാണിതെന്നും ദേവൻ ആരോപണം ഉന്നയിച്ചു.